കൂന്തലാണ് മീൻ കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു കൂന്തൽ ഫ്രൈ ആക്കാമെന്ന്. വലിയ കൂന്തലൊന്നുമല്ല, ചെറിയ കൂന്തലാണ്. അധികം ചെറുതുമല്ല അധികം വലുതുമല്ല, മീഡിയം. ഇത് ക്ലീൻ ചെയ്യാനാണ് പണി. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ആക്കാം. അതാകുമ്പം കറി വെച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ. അപ്പോൾ നമുക്ക് വേഗം കൂന്തൽ വൃത്തിയാക്കാം. വൃത്തിയാക്കാൻ കുറച്ച് ടൈം എടുക്കും, എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണാം. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒന്നിങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് കട്ട് ചെയ്യണം. ഇങ്ങോട്ട് വാ, കട്ട് ചെയ്യുന്ന അടുത്ത് കാണിക്കും. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് പോലെ ഉണ്ടാവും, സർക്കിൾ പോലെ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് മുഴുവൻ കൂന്തലും ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ട, ഇത് ഒരു സ്കെയില് പോലത്തെ ഒരു സാധനമുണ്ട്. ഇത് ചെറുതാണ്, ചിലതിൻ്റെ ഉള്ളിൽ നല്ല നീളത്തിലുണ്ടാവും. ഇതുണ്ടോ? എല്ലാ കൂന്തലിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഉണ്ടാവും. എന്താണെന്നറിയില്ല, എന്താ ഒരു സാധനം. അയ്യോ, പോയി വൃത്തിയാക്കി എത്ര സമയമായി, ഒരുപാട് സമയം പോയി ഇതിന്. ഇത് ഉണ്ടല്ലേ, എൻ്റെ മഷിയായിട്ട് ഫുൾ കളറ് ചെളി വെള്ളം പോലെ. എന്തായാലും ഇത്ര വൃത്തിയാക്കി, ഇത്രയും വൃത്തിയാക്കി. ഇനി കുറച്ചും കൂടി ഉണ്ട്, അതുകൂടെ നോക്കട്ടെ. അപ്പോൾ ഇത്രയും വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ കുറച്ചുണ്ടായിരുന്നു, അത് എനിക്ക് തീരെ പറ്റുന്നില്ല വൃത്തിയാക്കാൻ. ചെറുതായതുകൊണ്ട് കിട്ടുന്നില്ല വൃത്തിയാക്കാൻ വേണ്ടി. ഇങ്ങനത്തെ ഇതിൻ്റെ തലയാൻ പറ്റാൻ തോന്നുന്നു. ഇത് കണ്ടില്ലേ, ഇത് വൃത്തിയാക്കാൻ കുറച്ച് പണി. നമുക്ക് കഴുകാം. ഇപ്പം നമ്മൾ കൂന്തൽ ഫുള്ള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, അളവൊന്നുമില്ല, വെറുതെ അങ്ങ് ഇട്ടേക്കും, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഒക്കെ എരിവാണ്, എൻ്റെ ഒരു അളവിന് ഞാൻ ഇടുന്നതേ ഉള്ളൂ, എരിവാണ്. പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് പിന്നെ നമുക്കതിൻ്റെ സവാളയും പച്ചമുളകൊക്കെ വേണം. അപ്പോൾ അപ്പോഴത്തേക്കും അതെല്ലാം അരിയുമ്പോഴത്തേക്കും മസാല കുറച്ച് പിടിക്കും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇവിടെ വെക്കാം. എൻ്റെ വിരൽ മോതിരം ഇട്ട്, കൂന്തൽ മോതിരം. ഇപ്പോൾ സവാള എരിയാൻ ആളെ കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും സവാള എരിയാൻ ആളെ ആവശ്യമുണ്ടെങ്കിൽ പറയുക. ധൻവിൻ, മിസ്റ്റർ ധൻവിൻ നന്നായിട്ട് സവാള എരിയുന്നതായിരിക്കും. അങ്ങനെയല്ല, നോക്കട്ടെ. ഓക്കെ, ഇതുപോലെ തന്നെ. അത്രയും വേണ്ട, കുറച്ചുകൂടി ചെറുതാക്കണം. അത് മതി. ഇനി അടുത്തത് അതുപോലെ ചെയ്, കുറച്ചുകൂടി ചെറുതാക്കിയിട്ട്. ഇതാണ് നമ്മുടെ സവാള എരിയുന്ന ആള്.
അപ്പോൾ സവാള അരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ തേങ്ങ വേണമായിരുന്നു. അപ്പോൾ തേങ്ങ ഉരിക്കാൻ പോകുമ്പോൾ പറഞ്ഞു ഞാനും ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉരിക്കാൻ പോയിട്ടുണ്ട്. നോക്കട്ടെ, കിട്ടിയാ? ഇതെങ്ങനെയാ ആക്കുന്നു? ഒരാൾ തേങ്ങ ഇടിക്കുന്ന സ്റ്റൈല്. അതെടുക്ക്, ശരി എടുക്ക്. ആ ഈശ്വരാ, കോഴീനെ പിടിച്ച് വലിക്കുന്നത് പോലെ തേങ്ങ പിടിച്ച് വലിക്കുന്നത്. പൊടിയെല്ലാം പിന്നെ തട്ടാം, ഇനിയും പൊടിയാണ്ടതാ. എല്ലാവരും കണ്ടോളൂ, ഒരു തേങ്ങ ഒരിക്കലല്ല ഭാരത. പൊടി പിന്നെ തട്ടാ, ഇനിയും പൊടിയാവും. കാലി വീഴേ. എന്താ ഇങ്ങനെ വേണം തേങ്ങ ഇരിക്കാൻ. പഠിച്ചു വരുന്നു. ഓക്കെ ഓക്കെ. തേങ്ങ ഇടിച്ചു കഴിഞ്ഞപ്പോൾ തേങ്ങ ചിരണ്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൂന്തൽ ഉണ്ടാക്കി തുടങ്ങാം. ഞാനാദ്യം ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാണ്. നമ്മുടെ കൂന്തൽ ഇവിടെ ഉണ്ട്. മസാല വരക്കിയിട്ട് അപ്പം ചട്ടി ചൂടായിട്ട് ചട്ടിയിൽ വെള്ളം പോട്ടെ. ഇപ്പോൾ ചട്ടി ചൂടായി. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് ഞാൻ ആദ്യം ഇടുന്നത് കറിവേപ്പിലയാണ്. 2 കെട്ട് കറിവേപ്പില ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതലും നല്ല സ്മെല്ലുണ്ടാവും കറിവേപ്പിലേൻ്റെ. അപ്പോൾ കറിവേപ്പില നന്നായിട്ട് മൂത്തു. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി വഴറ്റി ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞളും മുളകും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അടി കൂടാൻ പാടില്ലേ. ഇത്ര നേരം അവിടെ പോയി കരിഞ്ഞ് തളർന്ന് വന്നതാണ്. ഇനി ഇവിടുന്ന് അടി കൂടണ്ട. ഇഷ്ടം. അപ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്തു.
അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കൂന്തൽ വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഞാൻ കുറച്ചധികം തന്നെ ഇടുന്നുണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഫ്രൈ പോലെ ആകും. അപ്പോൾ ഇനി ഉപ്പും നമ്മൾ എരിവൊക്കെ നോക്കാം, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലേ, വെയിലടിക്കുന്നുണ്ട്. ഇവിടെ വെക്കാം, ഈ സ്റ്റൗവിൽ വെക്കാം. ഇവിടെ വെയിൽ അടിച്ചിട്ട് വീഡിയോ ക്ലിയറില്ല, ഞാനത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് വന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം നന്നായി വറ്റി നല്ല ഡ്രൈ ആവണം. അപ്പോൾ നമ്മുടെ കുക്കിംഗ് അസിസ്റ്റൻറ്റ് നേരത്തെ തേങ്ങ പൊതിച്ചതിനെയും ഉള്ളി അരിഞ്ഞതിനെയും ആൾക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം. ചൂടുണ്ടാവേ, ചൂട് ചൂട്. ടേസ്റ്റ് ഉണ്ടോ? ഉപ്പ് കറക്റ്റായാ? മോക്ക് വേണോ? വേണോ? സമയം 2:30 കഴിഞ്ഞ് ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി കൂന്തലാവാൻ. അപ്പോൾ സിയോന ചോറെടുക്കാൻ പോയിട്ടുണ്ട്. സിയോന വാ, ഇത് തരാലോ. സിയോന ഇതാ, ഇത് റെഡിയായി. അപ്പോൾ നമ്മുടെ കൂന്തൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി. ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൂന്തൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയം ഒരുപാടായി, ഇനി നമ്മൾ വേഗം ചോറ് കഴിക്കട്ടെ. നമ്മുടെ സിയോന ചോറൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. കൂന്തലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് സിയോനക്ക് കൊടുക്കാം. അതിലിടെ ഒരു കൊതിയൻ ഇവിടുന്ന് ചട്ടിയിൽ നിന്ന് അടുപ്പത്തു നിന്ന് കോരി തിന്നാൻ പോകുന്നു. വാ മോള് വാ. ഇതാ സിയോനക്ക് ചൂട് നോക്കണേ. ഓക്കെ, കഴിച്ചോ. അപ്പോൾ ചോറെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൽ തോരൻ എടുക്കാം. ഇതിന് വേഗം ചോറ് കഴിക്കാം. സമയം അതിക്രമിച്ചു, 2:45 ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഉണിക്കാൻ പോവാണ്. നമ്മുടെ കൂൺ ഫ്രൈയും പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ടും കായും പൊട്ടറ്റോ ഒക്കെ ഇട്ട് വറവുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടക്ക മോര് കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ
എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.